പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ തിരക്കുകളും ഭാരങ്ങളും ഒരു നിമിഷം മാറ്റിവെച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദിവ്യകാരുണ്യത്തിൽ സാക്ഷാൽ സന്നിഹിതനായ ഈശോ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കാനും നമ്മുടെ കണ്ണുനീർ തുടയ്ക്കാനും നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാനും അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കാനും വരുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഈശോയുടെ തിരുപാദങ്ങളിൽ സമർപ്പിക്കുക. പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കാരണം കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. 31 ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഈശോയുടെ തിരുസന്നിധിയിൽ നിന്നും നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. 3-ാം ദിവസം മനുഷ്യൻ അധിവസിക്കുന്ന അവിടുത്തെ ലോകത്തിൽ ഞാൻ സന്തോഷിക്കുകയും മനുഷ്യപുത്രരിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്തു. സുഭാഷിതം 8:31. നമ്മുടെ ഈശോയെ ശ്രവിക്കുക. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി അവിടുന്ന് മരിച്ചു. എന്നിട്ടും അവിടത്തേക്ക് തൃപ്തിയാകുന്നില്ല. അതുകൊണ്ട് തൻ്റെ മരണത്തിനു ശേഷം ഈ ദിവ്യ കൂദാശയിലൂടെ നമ്മോടൊപ്പം വസിക്കുവാൻ അവിടുന്ന് തീരുമാനിക്കുകയും മനുഷ്യരോടൊപ്പം വസിക്കുന്നതിൽ അവിടുന്ന് ആനന്ദം കണ്ടെത്തുന്നെന്ന് പറയുകയും ചെയ്യുന്നു. വിശുദ്ധ ത്രേസ്യ ചോദിക്കുന്നു, അല്ലയോ മനുഷ്യരെ, നമ്മോടൊപ്പം വസിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നുവെന്ന് പറയുന്ന ഒരു ദൈവത്തെ വേദനിപ്പിക്കുവാൻ നിങ്ങൾക്കെങ്ങനെ കഴിയും? നമ്മോടൊപ്പമായിരിക്കുന്നതിൽ ആനന്ദിക്കുന്ന ഈശോയോടൊപ്പമായിരിക്കുമ്പോൾ നാമും ആനന്ദിക്കേണ്ടതല്ലേ? പ്രത്യേകിച്ചും അവിടുത്തെ മന്ദിരത്തിൽ വസിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവരായ നമ്മൾ. ഒരു രാജാവ് തൻ്റെ ഭൃത്യരെ തൻ്റെ കൊട്ടാരത്തിൽ വസിക്കുവാൻ അനുവദിക്കുമ്പോൾ തങ്ങൾ ഇത്രമാത്രം ബഹുമാനിക്കപ്പെട്ടതിൽ അവർ സന്തോഷിക്കുന്നു. നമുക്കും ഇവിടെ ഒരു രാജകൊട്ടാരമുണ്ട്. ഈശോയോടൊപ്പം നാം വസിക്കുന്ന ഈ ഭവനം അവിടുത്തോട് എപ്പോഴും കൃതജ്ഞതയുള്ളവരായിരിക്കുവാൻ നമുക്ക് ഓർമ്മിക്കുകയും അവിടുത്തോടൊപ്പം ചെലവഴിക്കുവാൻ നമുക്ക് സമയം കണ്ടെത്തുകയും ചെയ്യാം. എനിക്ക് വേണ്ടി രാത്രിയും പകലും ഈ സക്രാരിയിൽ ചെലവഴിക്കുന്ന രക്ഷകനും നാഥനുമായ എൻ്റെ ദൈവമേ, ഞാനിതാ അങ്ങേ പക്കൽ അണയുന്നു. എല്ലാ നന്മയുടെ സ്രോതസ്സും എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്തുന്ന സൗഖ്യദായകനും ദരിദ്രരായ എല്ലാ മനുഷ്യരും കണ്ടെത്തുന്ന നിധിപേടകവും അങ്ങാണ്. ദരിദ്രനും ദുർബലയുമായ ഒരു പാപി കരുണയ്ക്ക് വേണ്ടി അങ്ങയുടെ പാദാന്തികത്തിൽ അണഞ്ഞിരിക്കുന്നത് കാണണമേ. എന്നോട് ദയ തോന്നണമേ. എനിക്ക് നന്മ ചെയ്യുന്നതിനു വേണ്ടി മാത്രം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ഈ ദിവ്യ കൂദാശയിൽ സന്നിഹിതനായിരിക്കുന്ന അങ്ങയെ കാണുമ്പോൾ എൻ്റെ നിരവധിയായ ആവശ്യങ്ങളെ പ്രതി ഞാൻ നഷ്ടധൈര്യാവുകയില്ല. ഈശോയെ, അങ്ങയെ ഞാൻ സ്തുതിക്കുകയും സ്നേഹിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഏതെങ്കിലും സഹായത്തിന് ഞാൻ അങ്ങയെ സമീപിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. എന്നെ ശ്രവിക്കുക. അങ്ങയെ ഒരിക്കലും വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ അങ്ങയെ സർവശക്തിയോടും കൂടി സ്നേഹിക്കുന്നതിന് ആവശ്യമായ വെളിച്ചവും കൃപയും എനിക്ക് നൽകണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. നാഥ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഏറ്റവും ആത്മാർത്ഥതയോടെ മാത്രം ഞാൻ ഇത് പറയുന്നതിനും എൻ്റെ ജീവിതകാലം മുഴുവനും നിത്യജീവിതത്തിലും ഞാനിത് തുടർന്ന് പറയുന്നതിനും അങ്ങിടയാക്കുക. ഏറ്റവും പരിശുദ്ധിയായ മറിയമേ, എൻ്റെ സ്വർഗീയ മധ്യസ്ഥരെ, മാലാഖമാരെ, സ്വർഗവാസികളെ, ഏറ്റവും സ്നേഹയോഗ്യനായ ദൈവത്തെ സ്നേഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. സുഹൃത ജപം. ഓ നല്ലിടയ, ജീവന്റെ അപ്പമേ, യേശുവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളെ സംതൃപ്തരാക്കുകയും സംരക്ഷിക്കുകയും ജീവിക്കുന്നവരുടെ നാട്ടിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. ഓ നല്ലിടയ, ജീവന്റെ അപ്പമേ, യേശുവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളെ സംതൃപ്തരാക്കുകയും സംരക്ഷിക്കുകയും
ജീവിക്കുന്നവരുടെ നാട്ടിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. ഓ നല്ലിടയ, ജീവന്റെ അപ്പമേ, യേശുവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളെ സംതൃപ്തരാക്കുകയും സംരക്ഷിക്കുകയും ജീവിക്കുന്നവരുടെ നാട്ടിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോയെ, അങ്ങ് പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങൻ്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യത്തിലൂടെ ഇപ്പോൾ എന്നിലേക്ക് കടന്നു വരുവാൻ അങ്ങേക്ക് കഴിയാത്തതിനാൽ അരൂപയിലെങ്കിലും അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നാൽ എന്ന പോലെ ഞാൻ അങ്ങയെ സ്വീകരിക്കുകയും എന്നെ പൂർണ്ണമായി അങ്ങയോട് ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നും അങ്ങയോടുള്ള ഐക്യത്തിൽ എന്നെ സൂക്ഷിക്കണമേ. മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവളുടെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും. പ്രഭാഷകൻ 6:29. മാതാവിനോടുള്ള ഭക്തി നമ്മുടെ രക്ഷ ഉറപ്പാക്കുമെന്ന് ഫ്രാൻസിസ്കൻ എഴുത്തുകാരനായ പെൽബാർട്ട് പറയുന്നു. സ്നേഹത്തിൻ്റെ ചങ്ങലയാൽ നമ്മെ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് പരിശുദ്ധ കന്യകയോട് നമുക്ക് അപേക്ഷിക്കുകയും അവളുടെ സംരക്ഷണത്തിൽ നമുക്ക് ആശ്രയം അർപ്പിക്കുകയും ചെയ്യാം. സുഹൃത ജപം. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തിനിയ നമുക്ക് ചെല്ലാം. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവിൻ്റെ പ്രഭയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മഹത്വത്തിൻ്റെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീതി സൂര്യനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുക്കുമാരനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വരാനിരിക്കുന്ന ലോകത്തിൻ്റെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രേഷ്ഠമായ ഉപദേശത്തിൻ്റെ ദൂതനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ക്ഷമയുള്ളവനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും അനുസരണമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചര്യത്തെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയുസ്സിനു കാരണമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിൻ്റെ ദൈവമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യങ്ങൾക്കും മാതൃകയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സങ്കേതമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദരിദ്രരുടെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല ഇടയനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സത്യപ്രകാശമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യനന്മകളുടെ നികേതനമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവനും വഴിയും സത്യവുമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാലാഖമാരുടെ സന്തോഷമായ ഈശോയെ,
ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദീർഘദർശികൾക്ക് ജ്ഞാനം പകരുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്ത്രീഹന്മാരുടെ ഗുരുവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സുവിശേഷകർക്ക് ആചാര്യനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വന്ദകന്മാരുടെ പ്രകാശമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചാരികളുടെ പരിശുദ്ധിയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യവാന്മാരുടെയും കിരീടമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. സകല പാപങ്ങളിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. മോഹാഗ്നിയിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് തരുന്ന നല്ല പ്രേരണകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യാവതാരത്തിന്റെ പരമരഹസ്യത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ പിറവിയെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ബാല്യപ്രായത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ചേതനാചാരത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഠിനാധ്വാനത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ദുഃഖങ്ങളെയും രക്തവിയർപ്പിനെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കുരിശിനെയും അങ്ങ് അനുഭവിച്ച പരിത്യക്തതയെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ തിരുമരണത്തെയും സംസ്കാരത്തെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. മഹിമ പ്രതാപത്തോടെയുള്ള അങ്ങ് ഉയർപ്പിനെ കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതകരമായ അങ്ങേ സ്വർഗാരോഹണത്തെ കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ആനന്ദത്തെ കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മഹിമ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരുവാനിരിക്കുന്ന വിധി ദിവസത്തിൽ കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ കാരുണ്യപൂർവം ഞങ്ങളെ ശ്രവിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കർത്താവായ യേശുവേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യസ്നേഹം നൽകണമേ. ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളും വ്യാപാരങ്ങളും കൊണ്ട് അങ്ങയെ അവിരാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ തിരുനാമത്തോട് നിരന്തരമായ ഭയഭക്തി ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ സ്നേഹം അങ്ങ് ശാശ്വതമായി സ്ഥാപിച്ചിട്ടുള്ള ഹൃദയങ്ങളെ ഭരിക്കുവാൻ ഒരിക്കലും വിമുഖത കാണിക്കാത്ത, നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന യേശുവേ, ആമേൻ.